ഹായ് ഡിയർ ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ വീഡിയോയിൽ കുറേ വിശേഷങ്ങളൊക്കെ പറയാമെന്ന് കരുതി വന്നതാണ്. എല്ലാവർക്കും ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ വീഡിയോയിൽ കുറേ വിശേഷങ്ങളൊക്കെ പറയാമെന്ന് കരുതി വന്നതാണ്. എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിചാരിക്കുന്നു. പിന്നെ എല്ലാ കൂട്ടുകാരുടെയും നാട്ടിലൊക്കെ നല്ല മഴയാണ്. ഇവിടെയും നല്ല മഴയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇത് മൂന്നാമത്തെ തവണയാണ് നമ്മുടെ മുറ്റത്തേക്ക് വെള്ളം കെട്ടി നിൽക്കുകയൊക്കെ ചെയ്യുന്നത്. ഇത് കണ്ടോ, 2 ദിവസം മഴയുണ്ടാകാതിരിക്കുമ്പോൾ മുറ്റത്ത് വെള്ളമൊക്കെ വലിഞ്ഞു വരും. പിന്നെ വീണ്ടും 2 ദിവസം മഴ തുടങ്ങിക്കഴിഞ്ഞാൽ വീണ്ടും വെള്ളം വരും. 2 ദിവസം മഴയില്ല, അപ്പം വീണ്ടും വലിഞ്ഞു കിട്ടും. അങ്ങനെ മൂന്നാമത്തെ തവണയാണ് നമ്മുടെ മുറ്റത്ത് വെള്ളമൊക്കെ ഇങ്ങനെ വരുന്നത്. ഞാൻ വീടിൻ്റെ ചോറൊക്കെ വെക്കുന്നത് നമ്മുടെ ചെറിയ ഷെഡിലാണ് നിൽക്കുന്നത്. ഷെഡിന് അരികിലാണ് നിൽക്കുന്നത്. വെളിയിലേക്ക് അങ്ങനെ ഇറങ്ങാൻ പറ്റില്ല, കാരണം മഴയാണ്. ഫോണ് നനഞ്ഞ പണി കിട്ടും. അല്ലെങ്കിൽ തന്നെ ഇതിൻ്റെ ഡിസ്പ്ലേ ഒക്കെ അങ്ങനെ ഇളകി കിടക്കണം. അപ്പം നാളെ ഫോൺ കവർ വാങ്ങിക്കാമെന്ന് കരുതി ഇരിക്കുകയാണ് കേട്ടോ. ആ കടയിൽ ഫോൺ കവർ ചോദിച്ചപ്പോൾ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് ചോദിച്ചപ്പോൾ നാളെ നാളെ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നാളെ വാങ്ങിയിടണം. അല്ലെങ്കിൽ മഴ, ഞാൻ സൈക്കിളിലൊക്കെയാണ് വരുന്നത്. അപ്പോൾ സൈക്കിളിലാണ് ഫോൺ കവറിനകത്തൊക്കെയാണ് വെക്കുന്നത്. പക്ഷേ എങ്ങാനും ഫോൺ നനഞ്ഞാൽ നമുക്ക് പണി കിട്ടും. അത് കാരണം ഫോൺ കവറൊക്കെ വാങ്ങി വെച്ചിട്ട് വേണം വരണമെങ്കിൽ. അപ്പോൾ ഈ തലയിൽ കൂടി ഒരു കാറ് പോകുന്നുണ്ട് കേട്ടോ. എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയില്ല. പണി കിട്ടിയാ കാറ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ വഴിക്കകത്ത് നല്ല ചളിയൊക്കെയാണ്. അപ്പോൾ കാറ് വന്ന് അതിൻ്റെ ടയറെങ്ങാനോ ചളിയിൽ കുടുങ്ങി കിടക്കണം കേട്ടോ. അത് അപ്പോൾ ഇത് ഇവിടെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരു കുട്ടിയുണ്ടായിരുന്നു. ഒരാൺകൊച്ചാണ് കേട്ടോ. അപ്പോൾ അവൻ ഗ്യാസ് കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നത്. അപ്പം ഗ്യാസ് വർക്ക് ചെയ്യുന്ന ഇടയ്ക്ക് അവൻ്റെ കൈ ഇങ്ങനെ എന്താ പറയുക, ഗ്യാസ് എങ്ങാനോ പൊട്ടിത്തെറിച്ചിട്ട് കൈയിൻ്റെ പകുതിയോളം കരിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ പരിക്ക് പറ്റിയിട്ട് വീട്ടിൽ വിശ്രമത്തിലൊക്കെയാണ്. അപ്പോൾ അവരെ കാണാൻ വേണ്ടിയിട്ട് കമ്പനിയിലെ ആളുകളായിരിക്കാം വന്നിരിക്കുന്നത്. ഈ കാർ അവിടെ ചളിയിൽ കുടുങ്ങിക്കിടക്കുകയാണ്. അവരത് ഉന്തി ശരിയാക്കുന്നുണ്ട് കേട്ടോ. അതങ്ങനെ നടക്കുകയാണ്. അപ്പോൾ നമുക്ക് സംസാരം ഫ്രണ്ട്സ്, ഞാനിത് അകത്തേക്ക് വന്നു കേട്ടോ. അവിടെ കാറ് തള്ളിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാനത് അവിടെ കുറേ ചേട്ടന്മാരൊക്കെയാണ്. അപ്പോൾ അവരുടെ ഇടയിൽ വെച്ച് സംസാരിക്കേണ്ടെന്ന് കരുതി ഞാൻ വേഗം വീടിനകത്തേക്ക് വന്നതാണ്. അപ്പം എന്തൊക്കെയാണ് പറഞ്ഞത് എനിക്കിപ്പോൾ മറന്നുപോയി കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഒരു 6-6:30 ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ആദ്യക്കുട്ടിനെ പഠിപ്പിക്കാനുണ്ട് കേട്ടോ. അവന് ഹോംവർക്കൊക്കെ സ്കൂളിൽ നിന്ന് കിട്ടും. അപ്പോൾ അവനെ പഠിപ്പിക്കാനുണ്ട്. ആൾ പഠിക്കാനൊക്കെ നല്ല മിടുക്കൊക്കെയാണ്. പക്ഷേ ഇന്നലെ ഉറക്കം വന്നു കഴിഞ്ഞപ്പോൾ ഇന്നലെ ഞാൻ റീൽസ് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നമ്മുടെ ചിറ്റപ്പന് സുഖമില്ലാത്ത കാരണം ചിറ്റപ്പന് പനിയൊക്കെ ആയപ്പോൾ ഞാൻ ചിറ്റപ്പൻ്റെ വീട്ടിലേക്ക് പോയിരിക്കുകയായിരുന്നു. ചിറ്റപ്പനെ കാണാനായിട്ട് പോയിരിക്കുകയായിരുന്നു. വന്നു കഴിഞ്ഞപ്പോൾ അവിടെ അല്ലി നാരങ്ങയൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ അച്ഛനെ ചിറ്റപ്പനെ കാണാൻ വേണ്ടി പോയപ്പോൾ അല്ലി നാരങ്ങ കുറേ എണ്ണമൊക്കെ കൊണ്ടുവന്നു കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് ആദ്യക്കൂട്ടന് അതിൻ്റെ പകുതി എങ്ങാനോ തിന്നിട്ടുണ്ടായിരുന്നു. അച്ഛനും കൊടുക്കില്ല, അച്ചായിക്കും കൊടുക്കില്ല, അമ്മയ്ക്കും കൊടുക്കില്ല, ഞാൻ മാത്രമേ തിന്നോളൂ എന്ന് പറഞ്ഞാൽ അത് കുറച്ച് തിന്നു കേട്ടോ. അത് തിന്നു കഴിഞ്ഞപ്പോൾ എങ്ങാനും മത്ത് പിടിച്ച തോന്നുന്നുണ്ട് ആള്. അതിൻ്റെ ഇടയിൽ കടയിൽ നിന്ന് കേക്ക് വാങ്ങിച്ചത് കഴിച്ചു. പിന്നെ വെള്ളം വാങ്ങി കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വട തിന്നിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം തിന്നു കഴിഞ്ഞപ്പോൾ ആൾക്ക് ഏകദേശം വയറൊക്കെ നിറഞ്ഞ് ഉറക്കം വന്നു തുടങ്ങി. അപ്പോൾ ഞാൻ ഹോംവർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വിളിച്ച് അതിൻ്റെ മുമ്പിലെ ദിവസം വിളിച്ചപ്പോൾ ആ പാത്തി എന്നൊക്കെ പറഞ്ഞിട്ട് പാട്ടൊക്കെ പാടിയിട്ട് ഉഷാറോടെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഇന്നലെ ആൾക്ക് ഉറക്കം വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ അവനെ പറയാനേ കിട്ടുന്നില്ല. ഇതെന്താണ് അക്ഷരം എന്ന് പറയുമ്പോൾ അവന് അത് വായിക്കാനും ഒന്നിനും കഴിയുന്നില്ല കേട്ടോ. ഇതെന്താ ചോദിച്ചപ്പോൾ അത് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കരുത് കേട്ടോ. അങ്ങനെ നമ്മുടെ മടിയിൽ കിടന്ന് ആൾ ഉറങ്ങിപ്പോയി. പിന്നെ ഇന്ന് കാലത്ത് നേരത്തെ എഴുന്നേറ്റാണ്. പിന്നെ അവനെ അങ്ങനെ A for ആപ്പിൾ, A for എയറോപ്ലെയിൻ, A for അങ്ങനെ B for
ബോൾ, ബി ഫോർ ബോട്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ സി ആണ് അവന് പഠിക്കേണ്ടത്. അതിന് മുമ്പിലുള്ള ബി ആണത് എന്താണെന്ന് വായിക്കാൻ പറഞ്ഞിട്ട് കിട്ടില്ല. പക്ഷെ ഇന്ന് രാവിലെ ചോദിച്ചപ്പോൾ അത് ബി ആണെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഓർക്കും അത്രയും വന്നിട്ടായിരുന്നു. പിന്നെ സി ഫോർ ക്യാറ്റ്, സി ഫോർ കാർ, അങ്ങനെയൊക്കെ അവൻ പറഞ്ഞത് വീഡിയോ എടുത്ത് ടീച്ചർക്ക് അയച്ചു കൊടുക്കണമായിരുന്നു. പിന്നെ അത് അയച്ചു കൊടുത്തു കേട്ടോ. ധൃതി വെച്ച് രാവിലെ ഒരു ധൃതിയാണ് കേട്ടോ ഫ്രണ്ട്സ്. ഞാൻ 5 മണിക്ക് എണീച്ച് കഴിഞ്ഞാലും 4:30 എണീച്ച് കഴിഞ്ഞാലും 8 മണി എന്ന് പറയുമ്പോൾ വീട്ടിൽ പണിയൊക്കെ തീരും. ചോറ് വയ്ക്കൽ, കറി വയ്ക്കൽ, മുറ്റം അടിക്കൽ, റൂം അടിച്ച് വൃത്തിയാക്കൽ, പാത്രം കഴുകൽ, അങ്ങനെയെല്ലാം കഴിയും. പക്ഷേ നമ്മുടെ ആദ്യക്കുട്ടനെ തീറ്റിക്കാനും കുളിപ്പിക്കാനുള്ള നല്ല പാടാണ്. അച്ഛനാണ് ഭക്ഷണം കാർട്ടൂൺ കണ്ടിട്ടാണ് അവൻ ഭക്ഷണമൊക്കെ കഴിക്കുന്നത്. കാർട്ടൂൺ കാണാതെ അവന് ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ കാർട്ടൂണൊക്കെ കണ്ടു കഴിഞ്ഞിട്ടാണ് അവൻ ഭക്ഷണമൊക്കെ കഴിക്കുന്നത്. അത് ഓരോ മിനിറ്റും രാവിലെ എന്ന് പറഞ്ഞാൽ വിലപ്പെട്ടതാണ് കേട്ടോ. ആദ്യക്കൂട്ടർ ഇങ്ങോട്ട് വരാൻ പറഞ്ഞാൽ അങ്ങോട്ട് പോകും, അല്ലെങ്കിൽ നിക്കറിൽ 2 കാലും കൂടി ഒരുമിച്ചിടും, അല്ലെങ്കിൽ കുളിക്കാൻ വിളിച്ചാൽ വരില്ല, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചാട്ടിയങ്ങൾ, നമ്മൾ വഴക്കിട്ട ഒരേ കരച്ചിൽ, അല്ലെങ്കിൽ ചെറുതായിട്ടൊന്നും ഇങ്ങനെ കൈ കൊണ്ടുവന്നാൽ അയ്യോ എൻ്റെ കാലൊടിച്ചേ അമ്മ, എൻ്റെ കൈ ഒടിച്ചേ എന്ന് പറഞ്ഞ് ഓരോരോ ചാട്ടിയെ പറ്റി രാവിലെ ഒരു പ്രാന്ത് തന്നെയായിരിക്കും കേട്ടോ. അതെല്ലാം കഴിഞ്ഞിട്ട് അവർ സ്കൂളിലാക്കിയിട്ട് പിന്നെ ഞാൻ വർക്കിനായിട്ട് പോകുന്നത്. അത് കഴിഞ്ഞ് പിന്നെ തിരിച്ച് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ റീൽസ് എടുക്കലും അങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ ആയിട്ട് പോകും. അപ്പോൾ അച്ഛൻ്റെ മടിയിൽ അങ്ങനെ ഇരിക്കുകയാണ്, കാർട്ടൂണൊക്കെ കണ്ടിട്ട് അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനി കുറച്ച് കഴിയുമ്പോൾ അവനെ പഠിപ്പിക്കാനായിട്ട് വിളിച്ചു വരുത്താനുണ്ട്. അവനെ സ്ലേറ്റിൽ ആദ്യം അക്ഷരങ്ങളൊക്കെ എഴുതി പഠിപ്പിക്കണം, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം അതുകൊണ്ട് എനിക്ക് അങ്ങനെ വൈകുന്നേരം എല്ലാ ദിവസവും അങ്ങനെ എനിക്ക് 7:30 അങ്ങനെ ലൈവ് ചെയ്യാനായിട്ട് പറ്റില്ല. 7:30 സമയമാണ് ഞാൻ വെച്ചിരിക്കുന്നത്. എൻ്റെ ലൈവിൽ അങ്ങനെ അധികം കൂട്ടുകാരും വരാറില്ല. നമുക്കതിന് പരാതിയില്ല, കാരണം ആ സമയത്താണ് എല്ലാവരും ലൈവ് ചെയ്യുന്നത്. അപ്പോൾ ഒരാൾ വന്നാലും 2 പേര് വന്നാലും 3 പേര് വന്നാലും ലൈക്ക് തന്നാലും സപ്പോർട്ട് ചെയ്താലും നമുക്ക് യാതൊരു സന്തോഷക്കുറവും ഇല്ല കേട്ടോ. ഞാൻ കുറച്ച് സമയം മാത്രമേ ലൈവ് ചെയ്യാറുള്ളൂ. പിന്നെന്താ പറയാനുള്ളത്. ഓക്കെ ഫ്രണ്ട്സ്, പിന്നെ എനിക്ക് പറയാനുള്ളത് പിന്നെ പുതിയ കൂട്ടുകാരൊക്കെ വന്നിട്ടുണ്ട്. സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരോടും ഒത്തിരി നന്ദി പറയണം. 3000 സബ്സ്ക്രൈബേഴ്സ് ആകാറായിട്ടുണ്ട്. അപ്പം 3000 സബ്സ്ക്രൈബറൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇനി എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇത്തിരി കൂടി പുരോഗതി വരികയാണെങ്കിൽ അല്ലാണ്ട് എനിക്ക് ഫോണിൻ്റെ ഇങ്ങനെ ക്യാമറ ഞാൻ കൈ വെച്ചിട്ടാണ് വീഡിയോസൊക്കെ എടുക്കുന്നത്. അപ്പോൾ ഫോണിൻ്റെ സ്റ്റാൻഡ് വാങ്ങിത്തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും എന്നെ കുറച്ചും കൂടി ഒന്ന് സപ്പോർട്ടൊക്കെ ചെയ്യാം കേട്ടോ. പിന്നെ യൂട്യൂബ് ചാനലിൽ നമ്മൾ സ്വന്തമായിട്ടൊരു യൂട്യൂബ് ചാനലിൽ വീഡിയോസൊക്കെ ഇട്ടിട്ട് ഒരു 10 രൂപ നമുക്ക് കിട്ടുകയാണെങ്കിൽ അത് നമുക്ക് നല്ല സന്തോഷമുള്ളൊരു കാര്യമാണ്. നമ്മൾ മോശമായിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല ചെയ്യുന്നത്. എല്ലാവരും എൻ്റെ ഷോർട്ട് കണ്ടാൽ തന്നെ അറിയാം, ഞാൻ അതിലൊരിക്കലും മോശമായിട്ടുള്ള ഒരു രീതിയിൽ മോശമായിട്ടുള്ള പെരുമാറ്റമോ അല്ലെങ്കിൽ അങ്ങനെയൊന്നുമില്ല. ഞാൻ എപ്പോഴും ചിരിച്ചു കണ്ടാണ്. പാട്ടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം, പാട്ടാണ്. അപ്പോൾ അതാണ് ഞാൻ കൂടുതലായിട്ട് ചെയ്യുന്നത്. അപ്പം എല്ലാ യൂട്യൂബേഴ്സിനും അതിന് പിന്നിൽ പരിഹസിക്കാൻ, നല്ലത് പറയാനും ചീത്ത ഏത് കാര്യത്തിലും ഉണ്ടാകും. അപ്പം യൂട്യൂബേഴ്സിനെയൊക്കെ പരിഹസിക്കുന്നത് പോലെ എനിക്ക് ചെറിയ 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 പരിഹാസങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു യൂട്യൂബ് ചാനലും അത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണേ നല്ലപോലെ കഷ്ടപ്പെടാണ് കേട്ടോ. ഞാൻ 100-ൽ 2% പോലും ഞാൻ കഷ്ടപ്പെടുന്നില്ല കേട്ടോ. എനിക്ക് സമയം കിട്ടുമ്പോൾ വീട്ടിലെ ഏറെക്കുറെ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ വീഡിയോസൊക്കെ ചെയ്യുന്നത്. അഥവാ അങ്ങനെ ചെയ്യാതിരുന്ന അനിയനെ കൊണ്ട് എനിക്ക് നല്ല കൊട്ട് കിട്ടും. അതുകൊണ്ട് ഞാൻ എന്നിട്ട് എനിക്ക് എന്നാലും എന്നെ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ എന്നെ വഴക്കിടും കേട്ടോ. അപ്പോൾ നമ്മൾ ചെയ്തില്ലെങ്കിൽ പിന്നെ വേറെ ആരും വീട്ടിൽ ചെയ്യാനായിട്ട് ഇല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതൊക്കെ ചെയ്തിട്ടൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. എന്താ പറയുക, ഇതുവരെ അങ്ങനെ ഞാൻ ഒരു ടൈം പാസ് അങ്ങനെ മാത്രമേ, നമ്മൾ സന്തോഷത്തിന് അങ്ങനെ മാത്രമേ ഞാൻ കരുതിയിട്ടുള്ളൂ. പക്ഷേ ഇപ്പോൾ തോന്നുന്നു എല്ലാവരും ഇങ്ങനെ ചോദിക്കുന്നത് എന്നാത്തിനാണ് ഒന്നും കിട്ടുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ചാനൽ തുടങ്ങിയിരിക്കുന്നത്, വരുമാനം കിട്ടുന്നില്ലെങ്കിൽ പിന്നെ എന്ത് കാര്യത്തിനാണ് ചെയ്യുന്നത്, വരുമാനം കിട്ടിത്തുടങ്ങിയോ, പരിഹസിക്കുക അല്ലെങ്കിൽ എന്തിനാണ് എന്നൊക്കെ അങ്ങനെയൊക്കെ ഉള്ള സംസാരങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എനിക്കൊരാഗ്രഹമുണ്ട്, ഒരു 10 രൂപ കിട്ടുകയാണെങ്കിൽ എനിക്ക് ഇതെല്ലാം രക്ഷപ്പെടാനോ ഒന്ന്. അത് പക്ഷെ നമുക്ക് അവിടം വരെ ഒന്നും ആ ഒരു തലത്തിലേക്ക് എത്തണമെങ്കിൽ ഒരുപാട് യാത്ര ചെയ്യാനുണ്ട്. 3000 സബ്സ്ക്രൈബർ പോലും എനിക്ക് ആയിട്ടില്ല. ലൈവ് എന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ച് സമയം ചെയ്യുള്ളൂ കേട്ടോ, ഒരുപാട് സമയം ഞാൻ ചെയ്യാറില്ല. അപ്പോൾ ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ ഞാൻ ഇരുന്ന് ഉറക്കം തൂക്കുകയാണ്. ആരും വരാത്തതുകൊണ്ട് ലൈവിൽ ആരും വന്നില്ലെങ്കിൽ ഞാൻ ഇരുന്ന് ഉറക്കം തൂങ്ങും. അപ്പോൾ
അങ്ങനെയൊക്കെയാണ് കേട്ടോ ഫ്രണ്ട്സ്. പിന്നെ നമ്മളെ പരിഹസിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ഞാൻ ഇങ്ങനെ എന്താ പറയുക, അത് നമ്മളെ എന്താ പറയുക, നമ്മുടെ നാട്ടിൽ ഇപ്പം എന്നെ കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് ആദ്യക്കുട്ടനൊന്നും ജനിക്കാത്ത സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ വീട്ടിൽ നമ്മൾ ഒതുങ്ങിക്കൂടുകയാണ്. ചോറ് വെച്ച് കറി വെച്ച് വീട്ടിൽ ഒരു ഒതുങ്ങിക്കൂടുകയാണ്. ഞാനും മനിയാണനും തമ്മിലുള്ള ആ ഒരു റിലേഷൻ അത്രയേ ഉള്ളൂ. അച്ഛനും അമ്മയോ എന്ന് പറഞ്ഞാൽ അവരോടൊക്കെ ഒരു ചെറിയ രീതിയിൽ മാത്രം നമ്മൾ ഇടപഴകാറുള്ളൂ. അനിയണ്ണനോട് മാത്രമാണ് കൂടുതലായിട്ട് ഞാൻ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുള്ളൂ. ആദ്യക്കുട്ടൻ ജനിച്ചതിന് ശേഷമാണ് കുറച്ചുകൂടി എനിക്ക് നല്ല മാറ്റങ്ങളൊക്കെ വന്നത്. ഫോൺ എനിക്ക് ഒരു 7-ാം മാസമായി കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ഫോണ് എനിക്ക് നഷ്ടപ്പെട്ടത്. പിന്നെ ആദ്യക്കുട്ടൻ ജനിച്ച് കുറേ മാസങ്ങൾ കഴിഞ്ഞിട്ടാണ് എനിക്ക് ഈ ഒരു ടച്ച് ഫോൺ കിട്ടിയത്. അപ്പോഴാണ് യൂട്യൂബ് ചാനലൊക്കെ നടത്തണം എന്നൊക്കെ ഞാൻ കരുതിയത്. അങ്ങനെ യൂട്യൂബ് ചാനൽ ഞാൻ തുടങ്ങി കഴിഞ്ഞു. ഇനിയിപ്പോൾ ഒരു 2 വർഷമൊക്കെ ആയിട്ടുണ്ട്. അപ്പോഴൊക്കെ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ ചാനലിലുള്ള സബ്സ്ക്രൈബേഴ്സ് അല്ലാതെയുള്ള നമ്മുടെ നാട്ടിലൊക്കെ നമ്മുടെ യൂട്യൂബ് ചാനൽ കാണുന്ന കുറേ പേരുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. എനിക്ക് തോന്നുന്നത് തൊഴിലുറപ്പിനൊക്കെ നിൽക്കുന്ന ചേച്ചിമാരും അമ്മമാരൊക്കെ എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നുണ്ട്, ഈ നാട്ടിൽ തന്നെ കാണുന്നുണ്ടെന്ന് എനിക്കറിയാം കേട്ടോ. എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട്. അവരൊക്കെ അങ്ങനെ എൻ്റെ ചാനൽ നോക്കിയിട്ട് അഭിപ്രായമൊക്കെ പറയുന്നുണ്ടെന്ന് എനിക്കങ്ങനെ തോന്നുന്നുണ്ട്. എനിക്കറിയില്ല അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അതാകണ്ട നമ്മുടെ അനിയൻ്റെ ഭാര്യ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്, ഇത് കണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ കാണും. എനിക്ക് അറിഞ്ഞുകൂടാ, ചുമ്മാ ഇരിക്കുമ്പോൾ ആരെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്തായാലും. അപ്പോൾ അങ്ങനെയൊക്കെ നല്ല അഭിപ്രായം പറയുന്നവരുണ്ടായിരിക്കാം, ചീത്ത അഭിപ്രായങ്ങൾ പറയുന്നുണ്ടായിരിക്കാം. നമ്മളെ പറ്റിയുള്ളൊരു കാഴ്ചപ്പാട് തന്നെ ഒരു പക്ഷെ മാറിയിട്ടുണ്ടാകുമായിരിക്കും. വീട്ടിൽ ഒതുങ്ങിക്കൂടിയിരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെയാണ് എന്നുള്ളത് അറിയില്ലായിരുന്നു. നമ്മൾ കുറച്ചുകൂടി നമ്മളെ മനസ്സിലാക്കാനും എല്ലാത്തിനും എൻ്റെ യൂട്യൂബ് ചാനൽ ഉപകാരമായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എനിക്കറിഞ്ഞുകൂടാതെ എന്തായാലും. ഞാൻ പാട്ട് പാടുന്നുണ്ട്, പിന്നെ റീൽസൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറേ പേർക്കൊക്കെ നമ്മളെക്കുറിച്ചുള്ളൊരു കാഴ്ചപ്പാട് മാറി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്താ പറയുക, കുറേ ആളുകൾ നമ്മളെ കാണുമ്പോഴുള്ള ഒരു ഇതല്ല നമ്മളെ ഇല്ലാതിരിക്കുന്ന സമയത്ത്, അത് നമ്മൾ മനുഷ്യന്മാരിൽ എല്ലാവരിലും ഉള്ളൊരു സ്വഭാവ ഗുണമാണ്. അപ്പം ഇങ്ങനെ അവളിങ്ങനെയാണ്, ഇതാണ് അതാണെന്നൊക്കെ ഇങ്ങനെയൊക്കെ ആളുകൾ തമ്മിൽ സംസാരിക്കുന്നുണ്ടായിരിക്കും, നമുക്കറിയില്ല എന്തായാലും. അപ്പോൾ എനിക്ക് പരദൂഷണം പറയാനും ജാട വർത്തമാനം പറയാനും ആ വീട്ടിൽ ഈ വീട്ടിലൊന്നും പോയിരിക്കാനോ അത് എൻ്റെ അനിയണ്ണനും ഇഷ്ടമല്ല, എനിക്കും അതിനോട് വലിയ താല്പര്യമൊന്നുമില്ല. പിന്നെ എൻ്റെ സന്തോഷമാണ് ഇങ്ങനെ. എനിക്ക് കുട്ടിക്കാലം മുതൽ എൻ്റെ അച്ഛമ്മയൊക്കെ എന്നെ അമ്പലത്തിൽ കൊണ്ടുപോയിട്ടും അതുപോലെ സിനിമയ്ക്ക് കൊണ്ടുപോകാനും വിരുന്ന് കൊണ്ടുപോയിട്ടൊക്കെ ഉള്ളൊരു അങ്ങനെയൊക്കെ ഞാൻ വളർന്നതാണ്. അപ്പോൾ എനിക്ക് കഥകളും പാട്ടുകളും സൗഹൃദങ്ങളും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പാട്ട് കൂടുതലായിട്ട് ഞാൻ ചെയ്യുന്നത് അതുകൊണ്ടാണ് കേട്ടോ. സിനിമയൊക്കെ കണ്ടുകൊണ്ട് ഒരു ഇഷ്ടം കൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുന്നത്. നമുക്കതുകൊണ്ട് മറ്റുള്ളവർക്ക് നമ്മുടെ ചിരി കൊണ്ടും നമ്മുടെ പെരുമാറ്റം കൊണ്ടും ഒരു സന്തോഷം ഉണ്ടാക്കാൻ ഒരു ഇഷ്ടം തോന്നുക, ഒരു സന്തോഷം തോന്നുകയാണെങ്കിൽ അതിലും വലിയ കാര്യം വേറെ ഇല്ല. കുശുമ്പ് പറയാനും ജാട വർത്തമാനം പറയാനും അല്ലെങ്കിലും അങ്ങനെ അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നും കിട്ടുന്നില്ല. അപ്പോൾ അങ്ങനെ കരുതി നമ്മുടെ വീട്ടിലെ പണിയൊക്കെ ചെയ്ത് ഇതാണ് നമ്മുടെ ലോകം. ആദിക്കുട്ടനും അച്ഛനും അനിയണ്ണനും പിന്നെ എൻ്റെ വീട്ടിലെ എൻ്റെ അനിയനും അച്ഛനും എൻ്റെ യൂട്യൂബ് ചാനൽ, ഇതൊക്കെയാണ് എൻ്റെ ലോകം കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ എന്തൊക്കെയോ സംസാരിച്ചു, നിങ്ങൾ എന്തൊക്കെയോ കേട്ടു. ഞാൻ നിർത്തുകയാണ്. അപ്പം ആദിക്കുട്ടനെ പഠിപ്പിക്കാനുണ്ട്. അപ്പം ഞാൻ നിങ്ങളോട് വിട പറയുകയാണ് കേട്ടോ.